യാത്രകളെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക, ആ യാത്ര നമ്മുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷങ്ങൾ നിറയ്ക്കും. സോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് യാത്ര ചെയ്തു, ഒരു കഫേയിലേക്ക്. ആ കഫേയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഈ ഒരു ബോട്ടിലായിരുന്നു. പേരൻസ് ഇന്ന സ്ഥലത്തേക്ക് വരിക എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാനായിരിക്കും എന്ന് ഞങ്ങൾ ഊഹിച്ചു. പക്ഷേ അവിടെ ഞങ്ങളെ കാത്ത് ഈ ബോട്ടായിരുന്നു. ഈ ബോട്ടിൽ കയറി പോകുന്നതും ഡിന്നർ കഴിക്കാൻ തന്നെയാണ് കേട്ടോ. ഒരു ഡിന്നർ നൈറ്റ് ഉണ്ട് എന്ന് മാത്രം ഒരു ഇൻഫർമേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അത് എവിടെയാണോ എങ്ങനെയാണോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. നമ്മുടെ ഈ ഐലൻഡിനെ ചുറ്റിപ്പറ്റി കുറേ പോക്കറ്റ് ഐലൻഡുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ഐലൻഡിൽ നിന്ന് നോക്കിയാൽ. പക്ഷെ ഒരിക്കലും ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അല്ലാതെ വേറെ എങ്ങോട്ടും യാത്ര ചെയ്യാത്ത ഞങ്ങൾ ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള യാത്ര വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു. അങ്ങനെ ബോട്ടിൽ കയറി ആകാശത്തെ ചന്ദ്രനെയും നക്ഷത്രത്തെയൊക്കെ എണ്ണി വർത്തമാനവും പറഞ്ഞ് അങ്ങ് യാത്ര ചെയ്ത് അതേ ചടപടെ 25 മിനിറ്റ് അങ്ങ് കടന്നുപോയി. ആ 25 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കാത്ത് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന എഴുത്തും കുറേ മിന്നിത്തിളങ്ങുന്ന ബൾബുകളും ഒക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫുഡും ആ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളും ആ ഒരു ഗുഡ് ആംബിയൻസിലിരുന്നുള്ള ഫുഡും ഒക്കെ ആയപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. ഈ ഒരു പ്രൊഫഷനിലേക്ക് കടന്നു വന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സോ ഇങ്ങനെ ഒരു ഐലൻഡ് ലൈഫിൽ ഇടയ്ക്കൊരു യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. അങ്ങനെ ഈ യാത്രയിൽ ഞങ്ങളുടെ കുറച്ച് ടിപ്സൊക്കെയാണ് കേട്ടോ ഇതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു.